പൃഥ്വിരാജിന്റെ ആക്ടിങ് ജീവിതമല്ല, അതൊരു മനുഷ്യന്റെ ജീവിതമാണ്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. കാര്യം നമ്മളൊക്കെ ഇപ്പൊ സ്വർഗത്തിലാണ് ജീവിക്കുന്ന പോലെ ആ ഒരാൾ അനുഭവിച്ച കഥ അവരെ അനുഭവിച്ചതിന്റെ 1% ചിലപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത്. പറയാൻ വാക്കുകളില്ല, അത്രയും അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയാ, നമ്മളൊക്കെ ഒരു നെഞ്ചിലൊക്കെ ഒരു വിങ്ങലുണ്ട് സത്യം പറഞ്ഞ. ഒരു ഫ്രെയിമുണ്ട് കേട്ടാ, നമ്മൾ PK-ല് ഒരിത് അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത്ര എന്നൊന്നും പറയാനില്ല ചെയ്തു വച്ചേക്കുന്നത്. നമുക്കൊന്ന് മനസ്സിനൊക്കെ ഭയങ്കര വിഷമം കൊണ്ടിറങ്ങുന്നു സത്യമാണ്. പടം നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് സംസാരിക്കാൻ വാക്കുകൾ കിട്ടൂല. സത്യം പറഞ്ഞാൽ എന്താ പറയുക, അത്രയും കിടിലനായിട്ട് എടുത്തിട്ടുണ്ട്. ബ്ലസ്സിയുടെ കരിയർ ബെസ്റ്റ് വർക്ക്, പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ അദ്ദേഹത്തിന് ഒരു അങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടുമെന്നില്ല എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരം ഈ സിനിമയ്ക്ക് വേണ്ടി പണയം വെച്ചിട്ടുണ്ട്. ഇതിലൊരു സീനുണ്ട്, ഒരു സിനിമയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുന്ന ഒരു സീൻ. ആ സീന് കാണുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് നമ്മൾ വേറെ ബ്രഹ്മാണ്ഡ സിനിമ കാണുന്നതിൻ്റെ അപ്പുറം വിളിച്ചു. എന്നാൽ അത്രയ്ക്കുള്ള ഒരു സീൻ അദ്ദേഹം ഇതിലൊരു പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൊടുത്ത ഒരു എഫേർട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി ട്രാൻസ്ഫോം ആയിട്ട് അത് കാണിക്കുന്നുണ്ട് സീൻ. അത് ഭയങ്കര ഒരു സീനാണ്. പിന്നെ ബ്ലസ്സി ഈ സിനിമ നജീബിൻ്റെ ആ ഒരു നോവൽ ആടുജീവിതം, ബെന്യാമിൻ്റെ ആ നോവലിനെ ചുമ്മാ എടുത്തു വയ്ക്കുകയല്ല. സിനിമ ത്രൂ ഔട്ട് ഇമോഷനാണ്. അതായത് ഈവൻ പൃഥ്വിരാജ് അമല പോളുമായിട്ടുള്ള റൊമാൻസ് എടുത്തു വച്ചിരിക്കുന്നത് തന്നെ അതിൽ നിന്നൊരു ഇങ്ങനെ അത് കാണിച്ചിട്ട് അടുത്ത് ഡെസേർട്ടിലൊരു സീനാണ്. അതൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്. പടം ഭയങ്കര വിഷ്വൽ ക്വാളിറ്റിയാണ്. എല്ലാം ടെക്നിക്കൽ സൈഡായാലും അടിപൊളിയാണ്. പടം ഫീലാവും. കാഴ്ചയും തന്മാത്രം എടുത്ത ബ്ലസ്സിക്ക് അറിയാം പ്രേക്ഷക മനസ്സിനെ എങ്ങനെ പിടിച്ച് ഒലയ്ക്കണം. അദ്ദേഹത്തിന് കിട്ടിയ കിടിലൊരു സബ്ജക്റ്റാണ് ഈ നോവൽ. അത് അദ്ദേഹം 100% എന്നല്ല 200% നോവലിൻ്റെ മുകളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോവൽ വായിച്ചിട്ട് നിങ്ങൾ ഈ സിനിമ എങ്ങനെ നിങ്ങൾ മനസ്സിൽ പിക്ചറൈസ് ചെയ്താലും അതിൻ്റെയൊക്കെ ട്രിപ്പിൾ എഫക്റ്റ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. കാരണം അതിന് എല്ലാ ടെക്നിക്കൽ സൈഡ് സഹായിച്ചിട്ടുണ്ട്. AR റഹ്മാൻ്റെ BGM, പിന്നെ ഇവർ ചൂസ് ചെയ്ത ലൊക്കേഷൻ, അതൊക്കെ ഭയങ്കര എഫക്റ്റാണ് കേട്ടോ. ആ ഒരു ഡെസേർട്ടിൻ്റെ ആ ഒരു വന്യതയും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പെട്ടുപോകുന്ന സീനൊക്കെ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കുക. ഈ സിനിമ ഇൻ്റർനാഷണലി ഓസ്കാറിൽ വരെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുക. ഒരു തരിമ്പ് പോലും ക്വാളിറ്റി ലോസേജ് ഇല്ലാത്ത പടം. നമുക്ക് ഏതെങ്കിലും ഒരു സീൻ എടുത്തു വെച്ചിട്ട് ഒന്നും മോശം പറയാനില്ല. അത്രയും പക്ക പെർഫെക്റ്റ്. ആ ആടുജീവിതം നോവലിന് 100% നീതി പുലർത്തി. ആ നജീബ് എന്ന് പറഞ്ഞ യഥാർത്ഥ വ്യക്തി അനുഭവിച്ച പെയിനും അതിൻ്റെ ഒരു ട്രോമയൊക്കെ ഉണ്ട്. അത് മൊത്തം സിനിമയിലുണ്ട്. പൃഥ്വിരാജ് മരിച്ചഭിനയിക്കുമെന്ന് പറയില്ലേ, അങ്ങനെയുള്ളൊരു പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ കുറഞ്ഞൊന്നും പറയില്ല. നോവൽ വായിച്ച ഒരാളാണ് ഞാൻ, അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര വിഷ്വലൈസ് ചെയ്യാൻ പറ്റി. ഗംഭീരം. അതിൽ കുറഞ്ഞൊന്നും പറയില്ല. എഫക്റ്റ് ഉണ്ട്, പക്ഷെ മൊത്തത്തിൽ നോവൽ നമുക്ക് ആദ്യം പറ്റത്തില്ല. പക്ഷെ ഒന്നും പറയാനില്ല, ഗംഭീരം. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും ടെക്നിക്കൽ സൈഡും പൃഥ്വിരാജിന്റെ ഒരു ഗംഭീരം. നമ്മ ഒരു ബോഡി റിവീലിംഗ് സീനുണ്ട്, അത് ഭയങ്കര രസമാണ്. അത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ഒന്നും പറയില്ല, ഗംഭീരം. മസ്റ്റ് കൊള്ളാം ബ്രോ, കൊള്ളാം. എല്ലാം കൊള്ളാം. അവിടെ നല്ല ഡെഡിക്കേഷൻ ആയിട്ട് പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഓവറോൾ നല്ല തിയേറ്ററും തന്നെ വന്നിരുന്ന് കാണാണ്ട് പടം. നല്ല പടം, നല്ല രീതിയിൽ അത് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക. കാരണം OTT വന്ന് കാണാതെ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാണ്ട പടം. നല്ല മൂവി, ഒന്നും പറയാല്ല, സൂപ്പർ, വളരെ നന്നായിരുന്നു സിനിമ. അടിപൊളിയാണ്. കാര്യം നമുക്ക് എപ്പോഴും ഹാർഡ് വർക്ക് ഓൾവേസ് പേസ് ഓഫ് എന്ന് പറയാറില്ല, അതുപോലെ തന്നെയാണ് രാജുവിന്റെ ഡെഡിക്കേഷൻ ലെവൽ. ഒന്നും പറയാനില്ല. ഇത്രയും നാളും രാജുവിന്റെ വേറൊരു വേർഷൻ. കാര്യം പുള്ളി ഡെഡിക്കേഷൻ കൊടുത്ത് അപ്പാരമായിട്ട് ഫിലിം തന്നിട്ടുണ്ട്. ബ്ലസ്സി സാറിന്റെ 16 വർഷത്തിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഫുൾ ഫിലിം എന്ന് പറഞ്ഞാൽ. ഇമോഷണലി ഒരുപാട് ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. പ്രതീക്ഷിക്കാം. വളരെ അടിപൊളിയാണ്. പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയ്ക്ക് മാത്രം ഡെഡിക്കേഷൻ ഈ പടത്തിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും അഭിനയം വൈസ് ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത എഫേർട്ടാണ് പടത്തിന് വേണ്ടി ഇട്ടിട്ടുള്ളത്. എല്ലാവരും മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച്. അത് ക്ലിയർ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് റിയൽ ലൈഫിലുള്ള സംഭവങ്ങളൊക്കെ. പടം എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ലൈഫ് സംഭവമാണ്. നജീബ് എന്ന് പറഞ്ഞ ആളുടെ ജീവിതമാണ് പറയുന്നത്. വളരെ മികച്ച രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. 16 കൊല്ലത്തെ ബ്ലസ്സി സാർ എന്ന് പറഞ്ഞ സംവിധായകന്റെ പ്രയത്നം നമുക്ക് വ്യക്തമായിട്ട് ഇതിൽ തന്നെ കാണാം. ഭയങ്കര ഡെഡിക്കേഷനായിട്ട് ചെയ്തത്. പിന്നെ പൃഥ്വിരാജന്റെ പറയണ്ട, ആ ട്രാൻസ്ഫോർമേഷൻ ഒരു മനുഷ്യന് ചെയ്യാനില്ല. ആ രീതിക്ക് വേറെ ലെവലാക്കിയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇതിനെക്കാട്ടി വേറൊരു സർവൈവൽ ഡ്രാമ വേറെ ഇനി വരാനില്ല. ഇതാണ് ഏറ്റവും വലിയ സർവൈവൽ വർക്ക് എന്ന് പറയാം. വേറെ ഒന്നും പറയില്ല. എൻ്റെ കണ്ണ് നിറഞ്ഞാണ് ഞാൻ പടം കണ്ട് ഇറങ്ങിയത്. അത്രമാത്രം സൂപ്പർ വർക്കാണ്. ഒരു രക്ഷയില്ല. വേറെ ഫീലാണ്. ഗ്യാരണ്ടീഡാണ്. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്.
വൻ വരവ് തന്നെയാണ്. അതിനെക്കാട്ടി മേലെ കൊടുത്താലും ഒരു കുറ്റവും ഞാൻ പറയത്തില്ല. അതിനെ അത്രമാത്രം സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജ് ആണെങ്കിലും അതുപോലെ ബ്ലസ്സി സാറിന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓരോ ഫ്രെയിംസും ഓരോ സീൻസും ഷോർട്സും ഒക്കെ സൂപ്പർബ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതായിട്ട് ഞാൻ വേറെ കണ്ടിട്ടില്ല. ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. പക്ഷേ എനിക്കിത് ഒരിക്കലും ഒരു സിനിമയായിട്ട് തോന്നില്ല, ഒരാളുടെ ജീവിതമാണ്, ആ ലൈഫാണ്. അപ്പോൾ ആ നജീബ് എന്ന് പറഞ്ഞ വ്യക്തി എത്രമാത്രം ആ ഒരു ലെവലിൽ കൊണ്ട് എത്തിയിട്ടുണ്ടാവും നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അത് പറയണ്ടല്ലോ, അടിപൊളിയായിരുന്നു.